എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ 2025 എത്തി, 24 പോയി കേട്ടോ. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആണ്. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ നമുക്കൊരു സ്വീറ്റ് റെസിപ്പി തന്നെ തുടങ്ങാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മുടെ നല്ല എൻ്റെ ഒരു ഫേവറേറ്റ് സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. നെയ്വട എന്ന് പറയും. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദയാണ് കേട്ടോ. അപ്പോൾ അളവനുസരിച്ച് നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ് പാകത്തിലായിട്ട് വരും. അപ്പോൾ മെഷർമെൻ്റൊക്കെ നോക്കിയെടുക്കുക. ഇനി അതിലേക്ക് 1 സ്പൂണ് ഷുഗറാണ് കേട്ടോ ഇടുന്നത്. ഞാൻ പഞ്ചസാര സിറപ്പിലധികം ഷുഗർ ആഡ് ചെയ്യണില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് ഷുഗർ ഇടുന്നത് കേട്ടോ. പിന്നെ ഒരു 1/4 സ്പൂണ് ഉപ്പ്, ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് നമ്മളെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഞാനൊരു 1/4 കപ്പ് നെയ്യാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് നെയ്യ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഡാൽഡ എടുക്കാം, അതല്ല സാധാ നെയ്യ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ സാധാ നെയ്യാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഡാൽഡ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും. അപ്പോൾ എല്ലാം ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മൾ പുട്ടിന് മാവ് കുഴക്കുന്ന പോലെ തന്നെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് നല്ലപോലെ കുഴച്ചെടുക്കുക. അതിന് ശേഷം ഞാൻ 1/4 കപ്പ് തൈരാണ് ഇട്ടിട്ടുള്ളത്. പുളി നല്ല പുളിയുള്ളതല്ല, ചെറിയൊരു പുളിയുള്ളത്. അതേ കപ്പ് ചെയ്ത് തന്നെ ഞാൻ 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കണ പോലെയാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ബോൾ പരിവാക്കി വെക്കണം. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ബോളാക്കിയിട്ട് ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് വിരിച്ചിട്ടിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിനി പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളത്തേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗറാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. പിന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ശരിക്കും നല്ലൊരു മധുരം ഉണ്ടാവണതാണ് നെയ്വടയുടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഷുഗർ ഇട്ടിട്ട് നല്ലപോലെ തിളച്ചിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബോൾ പരിവാക്കി എടുക്കാം. ഇനി ഇതെങ്ങനെയാണ് ഷേപ്പാക്കി എടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ മാവ് കുഴച്ചതിന് ശേഷം ഒരു ചെറിയൊരു ബോൾ എടുത്തിട്ട് ഇതുപോലെ ബോളാക്കിയതിന് ശേഷം അതിൻ്റെ നടുക്കിൽ കണ്ടോ ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് ആ നെയ്വടയുടെ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ എല്ലാം ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാൻ അതിന് പൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് പൊരിഞ്ഞ് വരാനുള്ള ആ ഒരു ഓയിൽ വേണം കേട്ടോ. അങ്ങനെ ഞാൻ ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. കുറച്ചധികം ടൈം വേണം കേട്ടോ ഒന്ന് കുക്കായി വരാനായിട്ട്, അല്ലെങ്കിൽ ഉള്ളൊന്നും ശരിക്കും വേവില്ല. അപ്പം ഞാൻ ഇതിൽ സ്പീഡിൽ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ നല്ല തിളക്കണ പോലെ. അപ്പോൾ നമ്മുടെ നെയ്വട ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ പരുവത്തിലാവുമ്പോൾ നമുക്കത് എടുക്കാം കേട്ടോ. അത് എടുത്തിട്ട് ഞാൻ നേരെ നമ്മുടെ ഷുഗർ സിറപ്പിലാണ് ഇട്ട് വെക്കണത് കേട്ടോ. ഷുഗർ സിറപ്പ് നല്ലപോലെ തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇട്ടു. അപ്പോൾ നമ്മുടെ നെയ്വട ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ള ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്, നല്ല സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ന്യൂ ഇയർ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ആക്ച്വലി ന്യൂ ഇയറിന് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ചില സാങ്കേതിക തകരാറ് മൂലം എനിക്ക് ഇന്നാണ് ഇടാൻ പറ്റുന്നത്, അതായത് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം. പക്ഷേ ഞങ്ങൾ ന്യൂ ഇയർ തന്നെയാണ് കേട്ടോ ഇത് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊരു മധുരം കഴിച്ചിട്ടാണ് ന്യൂ ഇയർ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ചു നോക്കി, നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ പ്രത്യേകിച്ചൊരു മധുരം പ്രേമിയാണ്, അതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.